സൊറൈസിസ് രോഗികൾക്ക് ഏറ്റവും കൂടുതൽ ആശയക്കുഴപ്പം ഉണ്ടാകുന്നത് എണ്ണകളെക്കുറിച്ചാണ്. ഏത് എണ്ണ അല്ലെങ്കിൽ തൈലം പാച്ചുകളിലും ചുവപ്പിലും ഫ്ലേക്കിങ്ങിലും ഉപയോഗിക്കണം എന്ന്. അതേസമയം അവരുടെ സൊറൈസിസ് കൂടാതെയും ആശ്വാസം ലഭിക്കുകയും ചൊറിച്ചിൽ അവസാനിക്കുകയും അവരുടെ ത്വക്കും മുടിയും രണ്ടും നല്ലാക്കുകയും വേണം. നമസ്കാരം, ഞാൻ ഡോ. മേഘ ചതുർവേദി. ഇന്ന് ഈ വീഡിയോയിൽ ഞാൻ നിങ്ങളോട് പറയാൻ വന്നിരിക്കുന്നത് നിങ്ങൾക്ക് ഏത് എണ്ണകൾ ഉപയോഗിക്കാം എന്നതാണ്. നിങ്ങൾക്ക് സൊറൈസിസ് ഉണ്ടെങ്കിൽ നമ്പർ 1 ആണ് നമ്മുടെ ഭൃംഗരാജ് ഓയിൽ. ഇത് സ്കാൽപ്പിനും മുടിക്കും വളരെ നല്ല ഫലമാണ് കാണിക്കുന്നത്. വളരെ നല്ലതാണെന്ന് തെളിയിച്ചിട്ടുണ്ട്. എങ്ങനെ? കാരണം ഇത് അണുബാധയും ചുവപ്പും കുറയ്ക്കുന്നു. കൂടാതെ മുടിവീഴലും മുടി കനിച്ചാകുന്നതും കുറയ്ക്കാൻ സഹായിക്കും. മുടിയിൽ ആവശ്യമായ ഈർപ്പം നിലനിർത്തുകയും കണ്ടീഷനിങ് നൽകുകയും കൂടാതെ എല്ലാ അണുബാധകളും ഇല്ലാതാക്കുകയും ചെയ്യും. നിങ്ങളുടെ തലയിലെ ചർമ്മത്തിൽ സോറിയാസിസ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഭൃംഗരാജ് ഓയിൽ ഉപയോഗിക്കാം. അതിലൂടെ മുടി തനിച്ചാകലും മുടിവീഴലും ഉണ്ടാകില്ല. രണ്ടാമത്തേതായി ഞങ്ങളുടെ ഓയിൽ ആണ് നീം ഓയിൽ. എല്ലാവർക്കും അറിയാം, നീം ആന്റിബാക്ടീരിയലും ആന്റിഫംഗലും ആണ്. തലയിലെ സ്റ്റിക്കിയായ ഡിസ്ചാർജ് എത്രയും ഉണ്ടായാലും അത് കുറയ്ക്കാൻ ഇത് സഹായിക്കും. യാതൊരു ഇൻഫെക്ഷനും വരാൻ അനുവദിക്കില്ല. നിങ്ങളുടെ തലയിലെ പൊടി പോലുള്ളതും കുറയ്ക്കും. കൂടാതെ മുടിയെയും പോഷിപ്പിക്കും. അതിനാൽ നിങ്ങൾ നീം ഓയിൽ ഉപയോഗിക്കാം. എന്നാൽ ഓയിൽ അകിരിപെടുന്ന് ഉപയോഗിക്കരുതെന്ന് ഓർമ്മിക്കുക. ഷാംപൂ ഉപയോഗിക്കുന്നതിന് 2 മണിക്കൂർ മുമ്പ് തലയിലെത്തിച്ച് വെച്ച് വിടുക. ശേഷം മൈൽഡ് ഷാംപൂ ഉപയോഗിച്ച് മുടി കഴുകണം. നീം ഓയിൽ മുടിയോടൊപ്പം ത്വക്കിലും ഉപയോഗിക്കാം. കാരണം ത്വക്കിൽ ഇൻഫെക്ഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് പോറുകൾ തുറന്നിരിക്കുമ്പോഴും നിങ്ങൾ സ്ക്രാച്ച് ചെയ്ത് രക്തം വരുത്തുമ്പോഴും അവിടെ ഇത് നല്ല ഫലമുണ്ടാക്കും. ത്വക്കിലെ പാച്ചുകളിൽ ഇൻഫെക്ഷൻ വരാൻ ഇത് അനുവദിക്കില്ല. നമ്പർ 3 ഓയിൽ നമ്മുടെ ടർമറിക് ഓയിൽ, അതായത് മഞ്ഞൾ എണ്ണയാണ്. കാരണം ഇത് ആന്റി ഇൻഫ്ലാമേറ്ററിയാണ്. അതിനാൽ ത്വക്കിൽ ഉണ്ടാകുന്ന എല്ലാ വാതകവും ഇത് കുറയ്ക്കും. കൂടാതെ ത്വക്കിന്റെ ബാരിയർ നിലനിർത്താനും സംരക്ഷിക്കാനും ഇത് സഹായിക്കും. ത്വക്കിന് കേടുപാടുകൾ വരാൻ അനുവദിക്കില്ല. വിഷാംശങ്ങൾ ഫിൽറ്റർ ചെയ്യുന്നതിലും ഇത് വളരെ നല്ല പങ്ക് വഹിക്കുന്നു. അതിർത്തിയായി ചൊറിച്ചിൽ, കത്തൽ, ജ്വലനം, അത്യധികം ഉണക്കത്വം എന്നിവ ഉണ്ടെങ്കിൽ നിങ്ങൾ ടർമറിക് ഓയിൽ നിർബന്ധമായും ഉപയോഗിക്കണം. നമ്പർ 4 വരുന്ന നമ്മുടെ ഓയിൽ കൊക്കനട്ട് ഓയിലാണ്. ഞാൻ പറയുന്നത് പോലെ കൊക്കനട്ട് ഓയിൽ ഏറ്റവും കൂടുതൽ ഹൈഡ്രേറ്റിംഗ് ഓയിലാണ്. അതിനാൽ നിങ്ങൾ അത് ദിവസത്തിൽ ഒരിക്കൽ അല്ലെങ്കിൽ 2 പാച്ചുകളിൽ അപ്ലൈ ചെയ്താൽ ഉണക്കത്വം ഉണ്ടാകില്ല. ഫ്ലേക്കുകൾ കുറയും. കൂടാതെ നിങ്ങളുടെ ചൊറിച്ചിലും കുറയും. അതോടൊപ്പം നിങ്ങൾ കപൂർ ചേർത്ത് ഉപയോഗിച്ചാൽ ഫലപ്രാപ്തി 100 മടങ്ങ് കൂടുതൽ ആയിരിക്കും. നിങ്ങളുടെ ചുവപ്പ്, ചൊറിച്ചിൽ എല്ലാം കുറയും. നിങ്ങളുടെ ചർമ്മം ഹൈഡ്രേറ്റഡ് ആയിരിക്കും. അവസാനം വരുന്ന ഓയിൽ കുങ്കുമാതി ഓയിലാണ്, പ്രത്യേകിച്ച് മുഖത്തിനായി. മുഖത്ത് സൊറൈസിസിന്റെ പാച്ചുകൾ ഉണ്ടെങ്കിൽ, ചുവപ്പുണ്ടെങ്കിൽ, അടയാളങ്ങൾ വരികയാണെങ്കിൽ, അല്ലെങ്കിൽ വളരെ അധികം ചുവപ്പോടുകൂടി ചില റാഷുകൾ കാണുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കുങ്കുമാതി ഓയിൽ ഉപയോഗിക്കാം. ചുവപ്പും കുറയ്ക്കും, അണുബാധയും കുറയ്ക്കും. കാരണം അതിൽ ഖനിജങ്ങൾ ഉണ്ട്. അതുപോലെയുള്ള വിറ്റാമിനുകളും ഖനിജങ്ങളും നിങ്ങളുടെ ചർമ്മത്തെ പോഷിപ്പിക്കുകയും നിങ്ങൾക്ക് ആരോഗ്യകരമായ ചർമ്മത്തിന്റെ രൂപം നൽകുകയും ചെയ്യും. അതിനാൽ നിങ്ങൾക്ക് കുങ്കുമാതി ഓയിൽ പ്രത്യേകിച്ച് നിങ്ങളുടെ ഡാർക്ക് സ്പോട്ടുകൾക്ക്, അതായത് സൊറയാസിസിന്റെ കാരണമായവയ്ക്കോ മുഖത്ത് സൊറയാസിസ് ഉണ്ടെങ്കിൽ അവിടെയോ ഉപയോഗിക്കാം. ഈ ഓയിലുകൾ ഉപയോഗിച്ച് നിങ്ങളുടെ ചർമ്മം സ്വാഭാവികമായി സുഖപ്പെടുത്താനും ശുശ്രൂഷിക്കാനും കഴിയും. അതിനും കഴിയുന്നില്ലെങ്കിൽ താഴെ നൽകിയിരിക്കുന്ന നമ്പറിൽ എൻ്റെ ടീമുമായി ബന്ധപ്പെടൂ. ഞങ്ങളെ കാണാൻ വരൂ. നിങ്ങളുടെ സൊറയാസിസിനെ പൂർണ്ണമായും മാറ്റിക്കളയൂ. നിങ്ങളുടെ വിലയേറിയ